ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ എപ്പോഴും പറയേണ്ടി വരുന്ന ചില കാര്യങ്ങൾ മലയാളത്തിൽ പറയാൻ അറിയാമെങ്കിലും നമുക്ക് ഇംഗ്ലീഷിൽ അത് മാറ്റാൻ വളരെ ബുദ്ധിമുട്ടുണ്ടാവും. അങ്ങനെയുള്ള ചില കാര്യങ്ങൾ വളരെ ലളിതമായ ഒരു ക്ലാസ്സിലൂടെ നിങ്ങൾക്ക് എത്തിച്ചു തരാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പം ചില കാര്യങ്ങൾ നമ്മൾ പറയും, ഉണ്ടാകും എന്ന് പറയും. അതായത് അവൾക്ക് പരീക്ഷ ഉണ്ടാകും, എനിക്ക് ട്യൂഷൻ ഉണ്ടാകും, അങ്ങനെയൊക്കെ പറയുണ്ടാവും ഇല്ലേ. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളെ എങ്ങനെ പറയാം എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അതിനു വേണ്ടിയാണ് വിൽ ഹാവ് യൂസ് ചെയ്യുന്നത്. വിൽ ഹാവ്, അവൾക്ക് പരീക്ഷ ഉണ്ടാകും. ഷീ വിൽ ഹാവ് എക്സാം. എക്സാം ആണല്ലോ പരീക്ഷ. ഷീ അവൾ. അപ്പം അവൾക്ക് പരീക്ഷ ഉണ്ടാകുമെന്നാവുമ്പോൾ ഷീ വിൽ ഹാവ് എക്സാം. എനിക്ക് നാളെ ക്ലാസ് ഉണ്ടാകും. എനിക്കെന്ന് പറയുമ്പം I will have class tomorrow. I will have class tomorrow. അവൻ്റെ കയ്യിൽ ബുക്കുണ്ടാകും. He will have a book with him. He will have a book with him. അപ്പം നോക്കൂ, അവൾക്ക് പരീക്ഷ ഉണ്ടാകും. She will have exam. എനിക്ക് നാളെ ക്ലാസ് ഉണ്ടാകും. I will have ക്ലാസ് ടുമോറോ. അവൻ്റെ കയ്യിൽ ബുക്കുണ്ടാകും. ഹി വിൽ ഹാവ് ഹിം. അപ്പം ഈ വിൽ ഹാവ് ഉപയോഗിക്കുന്നത് പോലെ തന്നെ, അതായത് ഉണ്ടാകും എന്ന് പറയുന്നത് പോലെ തന്നെ ചെയ്യേണ്ടി വരും. ഇപ്പം എനിക്ക് പോകേണ്ടി വരും, വരേണ്ടി വരും എന്നൊക്കെ പറയില്ലേ, അതിനു വേണ്ടിയാണ് നമ്മൾ വിൽ ഹാവ് ടു യൂസ് ചെയ്യുന്നത്. ഓക്കെ, വിൽ ഹാവ് ടു യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ എനിക്കിപ്പോൾ പോകേണ്ടി വരും, എനിക്കിപ്പോൾ പോകേണ്ടി വരും എന്ന് പറയുമ്പോൾ ഐ വിൽ ഹാവ് ടു ഗോ. ഈ വിൽ ഹാവ് ടു, വുഡ് ഹാവ് ടു, ഇതിന് തൊട്ട് മുമ്പ് ഞാനൊരു ക്ലാസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ക്ലാസ് കണ്ടിട്ടില്ലാത്തവർ, ആദ്യമായി കാണുന്നവരൊക്കെ ആണെങ്കിൽ ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഒപ്പം തന്നെ ലൈക്കും ഷെയറും ചെയ്യണം. മാത്രമല്ല, നമ്മുടെ ഇങ്ങനെ വളരെ ലളിതമായിട്ട് നിങ്ങൾക്ക് സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സുകൾ നൽകുന്നുണ്ട്. ആർക്കെങ്കിലും ആ ക്ലാസ്സിൽ ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാൻ അറിയിക്കുകയാണ്. ഓക്കെ, അപ്പം നോക്കൂ, വിൽ ഹാവ് ടു. വിൽ ഹാവ് ടു എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മളിപ്പോൾ പോകേണ്ടി വരും. വി വിൽ ഹാവ് ടു ഗോ നൗ. നമുക്ക് പണം കൊടുക്കേണ്ടി വരും. അങ്ങനെ വരും, വി വിൽ ഹാവ് ടു ഗീവ് മണി. അവൻ വിളിച്ചാൽ പോകേണ്ടി വരും. ഇഫ് ഹീ കോൾസ് മീ ഐ വിൽ ഹാവ് ടു ഗോ. ഇപ്പോൾ വിൽ ഹാവ് ടു എന്ന് വരുമ്പോൾ പോകേണ്ടി വരും, ചെയ്യേണ്ടി വരും എന്നൊക്കെയാണ് വരുന്നത്. അപ്പോൾ വിൽ ഹാവ് ടു. ഇനി അടുത്ത നോക്കൂ, വിൽ ഹാവ് ടുവിനോടൊപ്പം തന്നെ നമുക്ക് പഠിക്കാവുന്നതാണ് വുഡ് ഹാവ് ടു. വുഡ് ഹാവ് ടു എന്ന് പറയുന്നത് എങ്ങനെയാണ്? പോകേണ്ടി വന്നേനെ എന്നാണ് വുഡ് ഹാവ് ടു പറയുന്നത്. അപ്പം പോകേണ്ടി വരും, പോകേണ്ടി വന്നേനെ, പോകേണ്ടി വന്നേനെ എന്നുള്ളതിനാണ് വുഡ് ഹാവ് ടു യൂസ് ചെയ്യുന്നത്. ഞാൻ പോകേണ്ടി വന്നേനെ, ഐ വുഡ് ഹാവ് ടു ഗോ. ഐ വുഡ് ഹാവ് ടു ഗോ. നമുക്ക് ടാക്സി വിളിക്കേണ്ടി വന്നേനെ, വി വുഡ് ഹാവ് ടു ടേക്ക് എ ടാക്സി. നമ്മൾ പോകേണ്ടി വന്നേനെ, വി വുഡ് ഹാവ് ടു ഗോ. ഇപ്പോൾ വുഡ് ഹാവ് ടു എന്ന് പറയുമ്പോൾ അവിടെ പോകേണ്ടി വന്നേനെ, വരേണ്ടി വന്നേനെ എന്നൊക്കെ പറയാനായിട്ടാണ് വുഡ് ഹാവ് ടു യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ വിൽ ഹാവ് നമ്മൾ പഠിച്ചു, വിൽ ഹാവ് ടു പഠിച്ചു. അതിനുശേഷമാണ് വുഡ് ഹാവ് ടു. ഈ വുഡ് ഹാവ് ടുവിനോടൊപ്പം തന്നെ നമുക്ക് പറയാവുന്നതാണ് മേ ഹാവ് ടു. അതായത് ചെയ്യേണ്ടി വന്നേക്കാം. ഇപ്പം ചെയ്യേണ്ടി വരും, ചെയ്യേണ്ടി വന്നേനെ. മേ ഹാവ് ടു വരുമ്പോൾ ചെയ്യേണ്ടി വന്നേക്കാം. നമ്മൾ ഇപ്പം പോകേണ്ടി വന്നേക്കാം. വി മേ ഹാവ് ടു ഗോ നൗ. അപ്പോൾ ഒരു കാര്യം ചെയ്യുന്നതിൻ്റെ സാധ്യതയാണ്. വി മേ ഹാവ് ടു ഗോ നൗ. എനിക്ക് പോകേണ്ടി വന്നേക്കാം. ഐ മേ ഹാവ് ടു ഗോ. ഐ മേ ഹാവ് ടു ഗോ. നമ്മൾ പണം കൊടുക്കേണ്ടി വന്നേക്കാം.
വി മേ ഹാവ് ടു ഗിവ് മണി. വി മേ ഹാവ് ടു ഗിവ് മണി. അപ്പൊ എന്നാല് ചെയ്യേണ്ടി വന്നിരുന്നേനെ, ഇപ്പം ചെയ്യേണ്ടി വന്നേക്കാം എന്ന് പറയുന്ന പോലെ ചെയ്യേണ്ടി വന്നിരുന്നേനെ എന്ന് പറയാനാണ് മൈറ്റ് ഹാവ് ടു. അതായത് നമ്മൾ പോകേണ്ടി വന്നിരുന്നേനെ. വി മൈറ്റ് ഹാവ് ടു ഗോ. നമ്മൾ പോകേണ്ടി വന്നിരുന്നേനെ. വി മൈറ്റ് ഹാവ് ടു ഗോ. നമുക്ക് ടാക്സി വിളിക്കേണ്ടി വന്നിരുന്നേനെ. വി മൈറ്റ് ഹാവ് ടു ടേക്ക് എ ടാക്സി. എന്നാൽ ഞാൻ പോകേണ്ടി വന്നിരുന്നേനെ. ഐ മൈറ്റ് ഹാവ് ടു ഗോ. അപ്പോൾ നോക്കൂ, ഇപ്പൊ നമ്മൾ പഠിച്ചത് വിൽ ഹാവ് ടു, വുഡ് ഹാവ് ടു, മേ ഹാവ് ടു, മൈറ്റ് ഹാവ് ടു. ഈ 5 ടൈപ്പിലുള്ള കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്. അപ്പോൾ ഇതുകൂടി നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പകർത്തി ഇംഗ്ലീഷിൽ സംസാരിച്ചാൽ തീർച്ചയായും അത് നിങ്ങൾക്കൊരു മുതൽക്കൂട്ടായിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള ക്ലാസ്സുകളാണ് നമുക്ക് സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സുകളിൽ ലഭിക്കുന്നത്. തീർച്ചയായിട്ടും ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം ലൈക്ക്, ഷെയർ ആൻഡ് കമൻറ്റ്. അപ്പോൾ ഇനി നമുക്കിതിലുള്ള എക്സർസൈസ് ആണ് നോക്കേണ്ടത്. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, നമ്മളിവിടെ തങ്ങേണ്ടി വന്നിരുന്നേനെ. നമ്മളിവിടെ തങ്ങേണ്ടി വന്നിരുന്നേനെ. സെക്കൻഡ്, എനിക്ക് പണം കൊടുക്കേണ്ടി വന്നേക്കാം. എനിക്ക് പണം കടം കൊടുക്കേണ്ടി വന്നേക്കാം. അടുത്തത് ഫോർത്ത് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, അവൾ വിളിച്ചാൽ എനിക്ക് പോകേണ്ടി വരും. അവൾ വിളിച്ചാൽ എനിക്ക് പോകേണ്ടി വരും. ഫോർത്ത് ക്വസ്റ്റ്യൻ, അവൾക്ക് പരീക്ഷ ഉണ്ടാകും. അവൾക്ക് പരീക്ഷ ഉണ്ടാകും. അവൻ്റെ കയ്യിൽ പേനയുണ്ടാകും. അവൻ്റെ കയ്യിൽ പേനയുണ്ടാകും. അപ്പോൾ ഇന്ന് നമ്മൾ പഠിച്ചത് വിൽ ഹാവ് ടു, വുഡ് ഹാവ് ടു, മേ ഹാവ് ടു, മൈറ്റ് ഹാവ് ടു. ഇത്രയാണ് നമ്മൾ പഠിച്ചത്. അപ്പോൾ ഈ എക്സസൈസുകൾ കറക്റ്റായി ചെയ്യുവാൻ കമൻറ്റുകളായിട്ട് ടൈപ്പ് ചെയ്യുക. എന്തെങ്കിലും മിസ്റ്റേക്സ് ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായും അത് അറിയിക്കുന്നതായിരിക്കും. ഒപ്പം തന്നെ നമ്മുടെ സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ ക്ലാസ് ഡീറ്റെയിൽസ് മറന്നു പോകാതിരിക്കുക. ഇവിടെ നമ്പറുകൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായും ആ നമ്പറിൽ കൂടി കോൺടാക്റ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിൻ്റെ പ്രത്യേകത വളരെ എളുപ്പത്തിൽ ഇംഗ്ലീഷ് എങ്ങനെ സംസാരിക്കാമെന്ന ക്ലാസ്സുകളാണ് നടക്കുന്നത്. തീർച്ചയായും എല്ലാവരെയും അവിടേക്ക് സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്. സൈനിങ് ഓഫ്.